lately. I've been wearing saris to many functions. കാരണം ഞാൻ സ്വന്തമായിട്ട് സാരി നല്ല അടിപൊളിയായിട്ട് ഉടുക്കാൻ പഠിച്ചു. So I'm very excited about that. Yeah, and കുറേ പരിപാടിയിൽ I've been wearing sari and I've just been like loving it. കുറേ കൂടി പരിപാടികളുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടി സാരികൾ ഉടുക്കാമായിരുന്നു. By the way, there's some work going on in my house. So full-time Ishabgana. I've got to pack, but I'm lazy to pack. ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ല. ഞങ്ങൾ എത്രയോ ദിവസങ്ങളിൽ കൊച്ചിയിൽ വൈകുന്നേരങ്ങളിൽ തട്ടുകടയിൽ പോയി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ഇനി അതിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണമെന്ന് വലിയ ആഗ്രഹമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രസകരമായ കണ്ടന്റ് ഉണ്ടായത് ജുനൈസ് അപ്പുറത്ത് മനോഹരമായി തന്നെ നിന്നതുകൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാര്യം പുറത്ത് പോയിരുന്നപ്പോഴാണ് ഞാൻ ഈ ജയിലിലെ കണ്ടന്റൊക്കെ. അയ്യോ, കിഴങ്ങനെ എന്താ വിളിക്കൂടാ, പൊട്ടറ്റോ വിളിക്കുന്നതാണ് ഈ പ്രായം പറയാ കിഴങ്ങൻ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് മുൻ സീസൺ, ഞാൻ എല്ലാ സീസണും ഒന്നും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ സീസണ് പലപ്പോഴും ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള രസകരമായ കണ്ടന്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും ജുനൈസ് എന്നെ ആക്കിയ അഖിലേട്ടാ വാ, അഖിലേട്ടാ വാ, മറ്റേ എന്നെ ക്യാപ്റ്റനായി എന്ന് പറയുമ്പോൾ മാനേജാക്കുന്നത് എന്നെ വിളിച്ച് അഖിലേട്ടനാ മാനേരിഞ്ഞ് ബാ അഖിലേട്ടാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറ്റിച്ച് ജുനൈസിനെ. അടിപൊളി. എല്ലാം ഭയങ്കര രസകരമായ നിമിഷങ്ങളായിരുന്നു. ഭയങ്കര വീറും വാശിയോടുകൂടി തന്നെ ജുനൈസ് നല്ലൊരു മത്സരാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് രസകരമായ, നീ നല്ല മത്സരാർത്ഥിയാണ്, നീ നല്ല മത്സരാർത്ഥിയാണ്, പക്ഷെ നിന്നെ കൊണ്ടൊരു മണ്ണിന് ചുണ്ണാമ്പ്. പക്ഷേ ഞാനായിപ്പോയി ഇവന്റെ ഇപ്പുറത്ത്, ഇവന്റെ വേലയൊന്നും നമ്മുടെ അടുത്ത് നടന്നില്ല. അതെ, അങ്ങനെയാണ് പണിപാളിയത്. ഞാനൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ PR അല്ലേ. ആ ജുനൈസ് ആയിരുന്നു എന്റെ ഏറ്റവും വലിയ PR. അത് ഞാൻ അതിനോട് പറയുമായിരുന്നല്ലോ. ഇടയ്ക്ക് വിഷ്ണു പറയത്തില്ല എന്റെ അടുത്ത്. പറയായിരുന്നു, വിഷ്ണു ഉപദേശിക്കും, വിഷ്ണു എടുക്കുമെന്ന് ഉപദേശിക്കും. നീ ചുമ്മാതായ. അയ്യോ, അവരെന്തായാലും ജീവിതത്തിൽ പുതിയ സീസൺ തുടങ്ങുകയാണ്. എല്ലാവരും പുതിയ സീസണും. അപ്പൊ ഇനിയിപ്പം പുതിയ സീസൺ വരുന്നു. മാരാരെയും ജുനൈസിനെയൊക്കെ മറക്കാൻ ചിലപ്പോൾ സമയമായി കാണും. പുതിയ പിള്ളേരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ആരെങ്കിലുമൊക്കെ വരട്ടെ, നിങ്ങളുടെ ഇടയിലേക്ക് കത്തിക്കയറട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കരിഞ്ഞിരിക്കാം. അടുത്ത സീസൺ എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും അല്ലേ, ഏതെങ്കിലുമൊക്കെ രീതിയിലുണ്ടാവുമെന്ന് കൂട്ടിക്കോ. അതിനുള്ള പണികളൊക്കെ തുടങ്ങി. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. അപ്പം ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നവർക്കൊക്കെ ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു. താങ്ക് യു, ബൈ ബൈ.